friends, welcome back to Nadan's kitchen. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒരു പുതിയ ഫോമായി എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയും കപ്പയുമാണ്. നമുക്ക് ആദ്യം ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 സ്പൂൺ ഗരം മസാലയുണ്ട്. പിന്നെ 1 സ്പൂൺ പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 4 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ പിരിയമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഒരു 2 ഇടത്തരം തക്കാളിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. കുറച്ച് ഇഞ്ചിയുണ്ട്. ഒരു വലിയ കൂടം വെളുത്തുള്ളിയുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പാലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ആദ്യത്തെ പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് രണ്ടാമത്തെ പാലാണ്. ഇതിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു ഈ എടുത്തു വച്ചിരിക്കുന്ന പെരിഞ്ചീരകവും ഞാൻ ഇതിനകത്ത് അടിക്കുകയാണ്. പിന്നെ കുറച്ച് സവോളയും ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇനി ചിക്കൻ കറി ഒന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഉലുവയാണ് ഇടുന്നത്. ഒരു 1/4 സ്പൂൺ ഉലുവ ഉണ്ട്. ഉലുവ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകവും സവോള കുറച്ചുകൂടെ വരെ ഇളക്കണം. പിന്നെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള 4 സവോളയാണുള്ളത്. ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഈ സവോളയുടെ നല്ല ഗോൾഡൻ കളറാവുന്ന പോലെ നമ്മൾ ഇളക്കുക. ഈ സവോള പകുതി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക് 2 അരിഞ്ഞ് വെച്ച് ഇടത്തരം തക്കാളിക്ക് 2 അരിഞ്ഞ് വെക്കണം. ഇനി ഇതിൻ്റെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് പോലെ നമുക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈ സവോള വഴണ്ട് നല്ല കളറ് മാറി വരും. നമുക്ക് ഞാനതിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടാൽ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് വഴണ്ട് വരും. അതുപോലെ നമ്മൾ ഉപ്പിട്ടത് നമുക്കൊരു ചെറിയ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മാങ്ങാപ്പ് കുറച്ച് മതി. പിന്നീട് നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്. സവോളയും തക്കാളിക്കൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും സംഭവം നമ്മളിലേക്ക് ആഡ് ചെയ്യണം. 4 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. 3 സ്പൂൺ പിരിയമുളക് പൊടിയുണ്ട്. പിന്നെ ഗരം മസാലയുണ്ട്. മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതെല്ലാം കൂടെയാണ് നമ്മളിത് അരച്ച് വെച്ചത്. ഇത് ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് വറുത്തിട്ടാണല്ലോ ഇത് അരച്ചെടുത്തേക്കുന്നത്. ചിക്കൻ ഞാൻ നന്നായിട്ട് വിനാഗിരി ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. ഈ ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സാധാരണ നാടൻ ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെയാണ്.
നല്ല ഫ്ലെയിമിലിടണം. ആദ്യം നന്നായിട്ട് ചൂടാകുന്നതോടെ വരെ നല്ല ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. നമ്മളിത് വറുത്തിട്ടൊന്നുമില്ല, ചിക്കൻ വറുക്കാതെയാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് ആദ്യം നന്നായിട്ട് നല്ല ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുത്ത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടില്ലായിരുന്നു, ആവശ്യത്തിന് ഉപ്പ് മതി കിട്ടും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ട്. അത് നമുക്കിനി ഇതൊന്ന് ഈ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇത് പൊത്തി ഇങ്ങനെ വെക്കണം. നന്നായിട്ട് നമുക്ക് ഇത് മൂടി വെക്കാം. മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വേവുന്നോടെ വരെ നമുക്ക് നോക്കാം. ഇവിടെ ചിക്കൻ കറി നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, ഇതിനകത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് മസാലയെല്ലാം ചിക്കൻ കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാലിൻ്റെ രണ്ടാമത്തെ പാലാണിത്. ഇതൊഴിച്ച് നമുക്ക് ചിക്കൻ ഇനി നന്നായിട്ട് വേവിച്ചെടുക്കാം. കപ്പയ്ക്ക് ആയതുകൊണ്ട് കപ്പയ്ക്ക് നന്നായിട്ട് ഗ്രേവി വേണം. അതുകൊണ്ടാണ് നന്നായിട്ട് തേങ്ങാപ്പാൽ. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ വേണ്ടവർക്ക് ചേർത്താൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് തീ ഒന്ന് കൈയാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇത് മൂടി വെച്ച് വേകുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ ശരിയാക്കി എടുക്കാം. കറി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം. ഇത് 1.5 കിലോ കപ്പയുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് ഞുറുക്കി വെച്ചിരിക്കുകയാണ്, അരിഞ്ഞെല്ലാം ഞുറുക്കി വെച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാനിതിൻ്റെ തേങ്ങ ചേർത്തല്ല വെക്കുന്നത്, അതാണ് പ്രത്യേകത. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലത്തെ കപ്പയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാനൊരു കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് സവോളയ്ക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സവോളയ്ക്ക് വരാൻ കൊച്ചുള്ളിയാണെങ്കിൽ 8 കൊച്ചുള്ളി ഉപയോഗിക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, ഈ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, 6 പച്ചമുളകുണ്ട്. ഇതാണ് ആവശ്യം. നമുക്കതിന് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, കുറച്ച് കറിവേപ്പില ഇടണം, നല്ല മണത്തിനൊക്കെയാണ്. ഇനി ഇത് കപ്പ വേകാൻ വേണ്ടി നോക്കാം. ഇച്ചിരി വേവാണ്ട് ഒരു 3/4 വേവാകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ടുണ്ട് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് കപ്പ ഊറ്റാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് തിളച്ച് നല്ല വെള്ളമൊക്കെ കുറേ വറ്റി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ പാലുണ്ടല്ലോ, ഒരു തേങ്ങയുടെ ആദ്യത്തെ പാൽ ഒഴിക്കാം. ഓപ്ഷൻസ് ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർക്കുന്നതേ ഉള്ളൂ. ആവശ്യമാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി ഈ കപ്പയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകം വെച്ചിട്ടുണ്ട്, 6 പച്ചമുളക് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഉണ്ട്, പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു സവോള. ഓപ്ഷൻസ് ആണ്, ഉള്ളിയുള്ളവർക്ക് ഉള്ളി ഉപയോഗിക്കാം. എനിക്ക് അതിൻ്റെ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. നമുക്കൊന്ന് ഒരു ശകലം മഞ്ഞൾപ്പൊടി നമ്മുടെ കപ്പയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ശകലം ചേർക്കാം. നമുക്കൊന്ന് അരച്ചെടുക്കാം. കപ്പയ്ക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് തേങ്ങ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഒട്ടും ഗ്യാസ് ഉണ്ടാവത്തില്ല. ഞാൻ വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കപ്പ എത്ര കഴിച്ചാലും പ്രശ്നമില്ല. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തുള്ള കപ്പയാണ്. ഇനി നമുക്കിതൊന്ന് ഒലത്തിയെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായതുകൊണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി. നന്നായി ചൂടായതുകൊണ്ട് കടുകിടാം. കടുക് നന്നായിട്ട്
നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇടാത്തിട്ട് കപ്പയുടെ വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം, കുരുമുളക് പൊടി ആണ് ഇതിൻ്റെ. ഇത് പച്ച മണം മാറുന്നത് നമ്മൾ ഇളക്കണം. ഇവിടെ ഈ അടുപ്പിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇല്ലത്തില്ല. കപ്പ ഇതോടെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇടാം. ഇനി ഇത് വേവാത്ത കപ്പയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം കേട്ടോ. മിക്സിക്കകത്തിട്ട് ഒന്ന് ഓരോ കറക്കുമ്പോൾ നല്ല പൊടിയായി വരും. നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കുക. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഗ്യാസ് ഉണ്ടാവത്തില്ല കേട്ടോ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കപ്പ. നമ്മുടെ കറി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റി ആവണേ ഇങ്ങനെയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തുറന്ന് വെക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. കറിവേപ്പില ഗരം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ കപ്പയാണ്. ഞാനൊന്ന് തിന്ന് നോക്കട്ടെ, ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കപ്പയ്ക്ക് നല്ല പെരുംജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചിക്കനാണെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടി ആ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തുക.